Continue. Mirabai, the great 16th century Bhakti poetess, was poisoned twice, first by her in-laws, outraged by the fact that a Rajput woman dared to join the Sangati and sing bhajans in public. മീരാബായിയെ പറ്റി എല്ലാവരും കേട്ടിട്ടുണ്ട്. ഒരു കൃഷ്ണഭക്തയാണ്. മീരാബായി ജനിച്ചത് പാലി ഡിസ്ട്രിക്റ്റ്, രാജസ്ഥാനിലെ പാലി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ജനിച്ചത്. 16-ാം നൂറ്റാണ്ടിൽ ഒരു ദൈവഭക്തിയായിരുന്നു. ഒരു ഭക്തിഗീതങ്ങൾ ആലപിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു. അവരെ 2 പ്രാവശ്യം വിഷം കൊടുത്ത് കൊല്ലാനായിട്ട് ശ്രമിച്ചു. ആര് തന്നെ? അവരുടെ ഇൻലാസ് തന്നെ, അവരുടെ വീട്ടിലുള്ള അവരോട് ബന്ധപ്പെട്ട ആൾക്കാർ തന്നെ അവരെ 2 പ്രാവശ്യം വിഷം കൊടുത്ത് കൊല്ലാൻ നോക്കി. എന്തിനാണ് വിഷം കൊടുത്ത് കൊല്ലാൻ നോക്കിയത്? അവർ ഇങ്ങനെ ഭജൻസ് പാടുന്നത് കൊണ്ട്, പബ്ലിക് പ്ലേസിൽ, പൊതു സ്ഥലങ്ങളിൽ ഭജൻസ് പാടുന്നത് കൊണ്ടാണ് അവരെ വിഷം കൊടുത്ത് കൊല്ലാനായിട്ട് ശ്രമിച്ചത്. ദ സെക്കൻഡ് ഇൻസ്റ്റൻസ് വാസ് പ്രോംപ്റ്റഡ് ബൈ എ ടോട്ടലി ഡിഫറെൻറ്റ് റീസൺ. ഒരു കാര്യം ഇങ്ങനെ ഭജൻസ് പാടുന്നത് കൊണ്ട്, രണ്ടാമത് വേറൊരു കാരണം കൊണ്ടാണ്. The poetess, inspired by the genius of the great Dalit saint Ravidas, had declared him her guru. ഒരു ദളിതനായ ഒരു സെയിൻറ്റ്, ഒരു സന്യാസി, അദ്ദേഹത്തെ ഇവർ ഗുരുവായിട്ട് സങ്കല്പിച്ചു. അപ്പോൾ പാട്ട് പഠിക്കാനും പാട്ടിന് വേണ്ടി ഒരു ഗുരു വേണം. അപ്പോൾ ആ ഗുരുവായിട്ട് കണ്ടുപിടിച്ച ആൾ ഒരു താഴ്ന്ന ജാതിയിലുള്ള ഒരു സന്യാസിയാണ്. അപ്പോൾ ആ സന്യാസിയെ ഗുരുവായിട്ട് സ്വീകരിച്ചത് കൊണ്ട് രണ്ടാമത്തെ പ്രാവശ്യം ഇവർക്ക് വിഷം കൊടുക്കാനായിട്ട് ശ്രമിച്ചു. അപ്പം മീരാബായി എന്നുള്ള ഭക്തിയായ ഒരു ഗായികയെ 2 പ്രാവശ്യം സ്വന്തം ബന്ധുക്കൾ തന്നെ വിഷം കൊടുത്ത് കൊല്ലാനായിട്ട് ശ്രമിച്ചു. ഒന്നാമത്തെ കാര്യം, അവർ പബ്ലിക് പ്ലേസിൽ, പൊതുസ്ഥലങ്ങളിൽ പാട്ട് പാടുന്നു. രണ്ടാമത് അവർ സ്വീകരിച്ച ഒരു ഗുരു, അവരൊരു ഗുരുവായിട്ട് സ്വീകരിച്ചത് ഒരു താഴ്ന്ന ജാതിക്കാരനെയാണ്. Her affection, a purely intellectual, spiritual affair, was disliked by the Rajput clan. ഗോത്രത്തലവന്മാർ, ക്ലാൻ എന്ന് വെച്ചാൽ ഗോത്രത്തലവന്മാർ, ഇവർക്കൊക്കെ ഓരോ ഗോത്രമുണ്ട്. ഗോത്രത്തിൽ തലവന്മാരാണ് എല്ലാം തീരുമാനിക്കുന്നത്, ആർക്ക് എന്ത് തരത്തിലുള്ള പണിഷ്മെൻറ്റ് കൊടുക്കണമെന്നുള്ളത്. മീര ലിവ്ഡ് ഡ്യൂറിങ് ദ 15th 16th centuries. Around the same period, Europe had just entered the era of enlightenment എന്ന് വെച്ചാൽ ജ്ഞാനോദയം. അപ്പോൾ ആ സമയത്ത് മറ്റ് സ്ഥലങ്ങളിൽ, മറ്റ് വിദേശ രാജ്യങ്ങളിലൊക്കെ എല്ലാ മനുഷ്യരും ഒരുപാട് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായി, എല്ലാവർക്കും വികസനം ഉണ്ടായ സമയത്തും മീരാബായിക്ക് ഇവിടെ ഇന്ത്യയിൽ ഫേസ് ചെയ്യേണ്ടി വന്ന, ഇന്ത്യയിൽ അഭിമുഖീകരിക്കേണ്ട വന്ന പ്രശ്നം എന്താണ്? പബ്ലിക് പ്ലേസിൽ, പൊതുസ്ഥലത്ത് പാട്ട് പാടിയത് കൊണ്ടും ഒരു ദളിതനായ ഒരാളിനെ ഗുരുവായി സ്വീകരിച്ചത് കൊണ്ടും അവരെ ഗോത്രത്തലവൻ എന്ത് ചെയ്തു? വിഷം കൊടുത്ത് കൊല്ലാനുള്ള ഒരു ശിക്ഷയാണ് വിധിച്ചത്. But about 500 years later, when people can make love in cyberspace, how do we explain the painful story of Hardoi? ഇത് വേറൊരു കഥയാണ്. അപ്പം നമ്മൾ മീരാബായിയുടെ കഥ പറഞ്ഞു. മീരാബായി 16-ാം നൂറ്റാണ്ടിൽ ഒരു വലിയ കവിയായിരുന്നു. അവരെ 2 പ്രാവശ്യം വിഷം കൊടുത്ത് കൊല്ലാൻ ശ്രമിച്ചു. ആദ്യത്തെ പ്രാവശ്യം എന്തിനായിരുന്നു? അത് മീരാബായിയുടെ അമ്മായിയച്ഛനും അമ്മായിയമ്മയാണ് അത് വിഷം കൊടുത്ത് കൊല്ലാൻ ശ്രമിച്ചത്. അതിന് കാരണം, ഉയർന്ന ജാതിയിൽ ജനിച്ച ഒരു രജപുത്ര സ്ത്രീ താഴെക്കിടെയുള്ള ജനങ്ങളുമായി കൂടിച്ചേർന്ന് പൊതുസ്ഥലത്ത് വെച്ച് ഭക്തിഗാനങ്ങൾ പാടി. അതാണ് ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തെ വധശ്രമം എന്തിനായിരുന്നു? ദളിത് പുണ്യപുരുഷനായ രവിദാസ് മീരാബായിക്ക് പ്രചോദനം നൽകി. പാട്ടിൽ അവർ തൻ്റെ ഗുരുവായി പ്രഖ്യാപിക്കുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹത്തോടുള്ള അവരുടെ സ്നേഹവും ബൗദ്ധികവും ആത്മീയവുമായിരുന്നു. പക്ഷേ രജപുത്ര വർഗത്തിന് അത് ദഹിച്ചില്ല. അപ്പോൾ അവർ യൂറോപ്പിൽ അന്നേരം നവോത്ഥാനം എത്തിക്കഴിഞ്ഞു. പക്ഷേ എന്നാലും ഇന്ത്യയിലെ അവസ്ഥ ഇങ്ങനെയാണ്. ഇന്ത്യയിൽ ഒരു രജപുത്ര സ്ത്രീക്ക് ഇങ്ങനെ പൊതുസ്ഥലങ്ങൾ പാടാനോ അല്ലെങ്കിൽ ദളിതരുമായിട്ട് ഇടപഴകാനോ ഒന്നും സ്വാതന്ത്ര്യം കൊടുത്തിരുന്നില്ല. ഇനി അടുത്തൊരു കഥയാണ് ഹർദോയിൽ നടന്നത്. ക്ലോസ് ടു ദ ക്യാപിറ്റൽ സിറ്റി ലക്നൗക്ക് അടുത്തുള്ള ഒരു സ്ഥലമാണ് ഹർദോയ്. where a number of internet caves are in operation. A Dalit boy from Hardoi and a Rajput girl fell in love thinking love is blind. നമ്മൾ എല്ലാവരും പറയുന്ന ഒന്നാണ്, സ്നേഹം അന്ധമാണ്, ആർക്കും ആരെയും സ്നേഹിക്കാം. അപ്പോൾ ദളിതനായ ഒരു ആൺകുട്ടി ഒരു രജപുത്ര ആയിട്ടുള്ള പെൺകുട്ടിയായിട്ട് സ്നേഹത്തിലായി. Their imagination transcended the social ghettos they were born in. അവർ
അവരുടെ ഈ സ്നേഹം, അവരുടെ സ്വപ്നങ്ങൾ, അതൊക്കെ അവർ ഏത് ഏത് വംശത്തിൽ ജനിച്ചെന്നോ അവരെവിടെയാണ് താമസിക്കുന്നതെന്നുള്ള കാര്യമോ ഒന്നൊക്കെ മറന്നുപോയി. മറന്നുപോയെന്ന് വെച്ചാൽ സ്നേഹം ബ്ലൈൻഡാണ്, ലവ് ഈസ് ബ്ലൈൻഡാണ്. അപ്പം സ്നേഹിക്കുന്ന സമയത്ത് അവരെവിടെ ജനിച്ചെന്നോ എവിടെയാണ് അവർ താമസിക്കുന്നുള്ള കാര്യമൊക്കെ ആ കുട്ടികൾ മറന്നുപോയി. വാട്ട് ദേ പ്രോബബ്ലി ഡിഡ് നോട്ട് റിയലൈസ് വാസ് ദാറ്റ് സിവിൽ സൊസൈറ്റി ലൈക്ക് എ ഡാറർ വാസ് വാച്ചിങ് ദെയർ ഫ്ലൈറ്റ്. ഇവരെന്താ ചെയ്യുന്നതെന്ന് സൊസൈറ്റി മൊത്തം നോക്കിക്കാണുകയാണ്. അപ്പം ഈ രണ്ട് കുട്ടികൾ, ഒരു ദളിതനായ ഒരു പിന്നോക്ക വിഭാഗത്തിലുള്ള ഒരു ആൺകുട്ടിയും രജപുത്ര വിഭാഗത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയും തമ്മിൽ സ്നേഹിക്കുന്നു. പക്ഷേ അവരെ ഏത് സമൂഹത്തിലുള്ളതെന്നൊന്നും ചിന്തിക്കാതെ തന്നെ അങ്ങ് സ്നേഹിച്ചു പോയി. പക്ഷേ ഇതെല്ലാം വാച്ച് ചെയ്യുന്ന ആരാ? സമൂഹം അവരെ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. ദ മൈറ്റ് ഓഫ് ദ രജപൂത് ഫ്രറ്റേണിറ്റി fell on the couple, and the boy and 3 members of his family had to pay the price with their lives. എന്താണ് സംഭവിച്ചത്? രജപുത്രൻ എന്തോ ചെയ്തു? ആ ആൺകുട്ടിയെയും അവരുടെ വീട്ടിലുള്ള മറ്റു 2-3 പേരെയും കൂടെ വധിച്ചു, അല്ലെങ്കിൽ അവർ കൊന്നു. But this is not the first occasion when a Dalit tried to redefine love and suffered for it. You may recollect the gory event of 1992 in Mathura district. A Dalit boy and a Jat girl ended a similar union. The Jat Panchayat swung into action and delivered its verdict in broad daylight in the presence of a crowd. It hanged the couple to death. 2-3 അനുഭവങ്ങളാണ് ഉണ്ടാകുന്നത്. ജാതി മാറി സ്നേഹിക്കുക, വിവാഹം കഴിക്കുക. അപ്പം അവിടെയൊക്കെ എന്താ ശിക്ഷ നടപ്പാക്കും. അത് ഗോത്രത്തലവന്മാരാണ് ശിക്ഷ നടപ്പാക്കുന്നത്. അപ്പോൾ ഇവിടെ ആദ്യം നമ്മൾ പറഞ്ഞു, ഹർദോയ് എന്നുള്ള സ്ഥലത്ത് ഒരു ദളിതനായിട്ടുള്ള ഒരു യുവാവും രജപുത്രനായിട്ടുള്ള പെൺകുട്ടിയായിട്ട് സ്നേഹിച്ചു. അപ്പോൾ അവർക്ക് എന്താണ് കിട്ടിയത്? ഒരു കടുത്ത ശിക്ഷ കിട്ടി. ഈ ആൺകുട്ടിയെയും അവരുടെ വീട്ടിലുണ്ടായിരുന്ന 1-2 പേരെയും കൂടെ വധിക്കുകയാണ് ചെയ്തത്. പിന്നെ രണ്ടാമത്തെ അനുഭവത്തിൽ ഒരു ദളിത് ബോയും ഒരു ജാട്ട് സമൂഹത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയായിട്ട് സ്നേഹിച്ചു. അപ്പോൾ അവിടെയും അതുതന്നെയാണ്, എല്ലാം ആൾക്കൂട്ടത്തിൻ്റെ മുമ്പിൽ വെച്ചിട്ട് അവരെ തൂക്കിക്കൊല്ലുകയാണ് ചെയ്തത്. അപ്പോൾ ഇതൊക്കെയാണ് അവിടെ നടക്കുന്ന കഥകൾ. നെക്സ്റ്റ്, cursory reading of the Manu Dharma Shastra would unfold the secrets of the Chaturvarna order. അപ്പം എന്താണ് മനു ധർമ്മശാസ്ത്രം? ഇറ്റ് ഡിസ്ക്രൈബ്സ് ദ സോഷ്യൽ സിസ്റ്റം ഫ്രം ദ ടൈം ഓഫ് ആര്യൻസ്. ആര്യന്മാരുടെ സമയത്ത് തൊട്ടുള്ള ഒരു സോഷ്യൽ സിസ്റ്റം, സാമൂഹ്യ വ്യവസ്ഥയാണ് ഈ മനുധർമ്മ എന്ന് പറയുന്നത്, മനുധർമ്മശാസ്ത്രം എന്ന് പറയുന്നത്. സീക്രറ്റ്സ് ഓഫ് ദ ചാതുർവർണ്ണ ഓർഡർ. അക്കോർഡിംഗ് ടു ദ വർണ്ണ ലാസ്, occupation and marriage are the 2 foundations on which the social order stands. No one is allowed to marry outside his or her varna or caste. No one is allowed a change of occupation. ഈ ചാതുർവർണ്ണത്തിൻ്റെ സിസ്റ്റം അനുസരിച്ചിട്ട്, ഇത് ആര്യന്മാരുടെ സമയത്തോട് തുടങ്ങിയതാണ്. എന്താണ്? ജാതി അനുസരിച്ചിട്ടാണ് കല്യാണം നടക്കുന്നത്, ജാതി അനുസരിച്ചിട്ടാണ് ജോലി നടക്കുന്നത്. അപ്പം എന്ത് ജോലി ചെയ്യണം അത് അവരുടെ ജാതിയുടെ അടിസ്ഥാനത്തിലാണ്. ആരെ വിവാഹം കഴിക്കണം അതും അവരുടെ ജാതിയുടെ അടിസ്ഥാനത്തിലാണ്. ഇതൊക്കെ എഴുതപ്പെട്ട് വെച്ചിരിക്കുന്ന ഓരോ നിയമങ്ങളാണ് പണ്ടുകാലം തൊട്ടേ ഉള്ളത്. അതാണ് നമ്മൾ ഫോളോ ചെയ്യുന്ന, അല്ലെ നമ്മൾ അനുസരിച്ചുകൊണ്ടിരിക്കുന്നത്. എനി ഡിഫിയൻസ് ഓഫ് ദീസ് ട്വിൻ ലാസ് വുഡ് അട്രാക്ട് ഹെവി പെനാൽറ്റീസ് ഇൻക്ലൂഡിംഗ് ഡെത്ത്. Society, even after the enactment of the Indian Penal Code, religiously follows these codes in ways that are sometimes too subtle. നമ്മൾ ഇപ്പോഴും അതാണ് ഫോളോ ചെയ്യുന്നത്, എഴുതപ്പെട്ട് വെച്ച ഈ നിയമങ്ങൾ അനുസരിച്ചിട്ട്. ഇല്ലെങ്കിൽ എന്താണ് സംഭവിക്കുകയാണ്? കടുത്ത ശിക്ഷ നമ്മൾക്ക് അനുഭവിക്കേണ്ടി വരും. അപ്പോൾ മനുധർമ്മശാസ്ത്രം കാണിക്കുന്നത് ചാതുർവർണ്ണത്തിൻ്റെ രഹസ്യങ്ങളെയാണ്. വർണ്ണ നിയമങ്ങൾ അനുസരിച്ച് ജോലിയും വിവാഹവും എന്ന് വെച്ചാൽ ജാതിയുടെ അടിസ്ഥാനത്തിലാണ്. 4 ജാതിയുടെ ഞാൻ ആദ്യമേ പറഞ്ഞു. അപ്പോൾ അതനുസരിച്ചിട്ടാണ് ജോലിയും അതനുസരിച്ചിട്ടാണ് വിവാഹവും. സാമൂഹ്യ വ്യവസ്ഥയെ ഉയർത്തി നിർത്തുന്ന അടിത്തറകൾ. ആർക്കും അവരുടെ വർണ്ണത്തിന് പുറത്തോ ജാതിക്ക് പുറത്തോ വിവാഹം കഴിക്കാനോ ജോലി ചെയ്യാനോ സാധ്യമല്ല. ഈ നിയമം തെറ്റിച്ചാൽ എന്താണ് സംഭവിക്കുന്നത്? കടുത്ത ശിക്ഷ, മരണം ഉൾപ്പെടെ സഹിക്കേണ്ടി വരും.
ഇന്ത്യൻ പീനൽ കോഡ് നിലവിൽ വന്നതിന് ശേഷവും സമൂഹം ഈ പഴയ വ്യവസ്ഥകൾ ഇന്നും ഒളിച്ചും പാത്തും കാത്തു സൂക്ഷിക്കുന്നു. നിയമങ്ങളൊക്കെ ഉണ്ട്, നമ്മൾ പറയും നമ്മൾക്ക് ഒരുപാട് നിയമങ്ങളുണ്ട്, നിയമവ്യവസ്ഥകളുണ്ട് ഒക്കെ ഉണ്ട്, അതൊക്കെ ബുക്കിലുണ്ട്. പക്ഷേ എന്നാലും ആളുകൾ അറിയാതെ ഇപ്പോഴും ഇതെല്ലാം ഫോളോ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അനുകരിക്കുന്നുണ്ട്. നമ്മൾ ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം.